ലെച്ചൂസ് കുക്കിംഗ് ഗൈഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ചിക്കനും ഉരുളക്കിഴങ്ങും വെച്ച ബ്രെഡ് കൊണ്ടുള്ള ഒരു സ്നാക്കാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന നല്ല ടേസ്റ്റിയായി ഈ സ്നാക്ക് എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കാം. ഉപ്പും മഞ്ഞളും ചേർത്ത് വേവിച്ച ഉരുളക്കിഴങ്ങ് 1.5 കപ്പിൽ താഴെയുണ്ട്. ഇതൊന്ന് മാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ചോപ്പ് ചെയ്ത 1 കപ്പ് ചിക്കൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പും മഞ്ഞളും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് വേവിച്ചെടുത്ത ചിക്കനാണിത്. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ വീതം ഇഞ്ചി ചതച്ചതും വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് 4 പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. മല്ലിയില അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അടുത്തതായിട്ട് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഉരുളക്കിഴങ്ങും ചിക്കനും നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടാണ് വേവിച്ചത്. അതുകൊണ്ട് 1/4 ടീസ്പൂൺ മാത്രം ചേർത്താൽ മതി. ഇതിലേക്ക് 3/4 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിതിൽ മല്ലിപ്പൊടി ചേർക്കുന്നില്ല കേട്ടോ. ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇത് കുഴച്ചെടുക്കാം. ഇതിപ്പോൾ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഷേപ്പിൽ ഇങ്ങനെ ഉരുട്ടിയെടുക്കാം. ഇതുപോലെ തന്നെ ബാക്കിയെല്ലാം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. 13 എണ്ണം കിട്ടിയിട്ടുണ്ട്. ഇനി ഓരോന്നും റോൾ ചെയ്യാൻ ആവശ്യമായ ബ്രെഡ് പീസുകൾ സൈഡെല്ലാം കട്ട് ചെയ്തിട്ട് എടുക്കണം. കട്ട് ചെയ്തെടുത്ത ബ്രെഡ് കഷ്ണങ്ങൾ നമുക്ക് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കാൻ ഉപയോഗിക്കാം. ഒരു പ്ലേറ്റിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ബ്രെഡ് പീസുകൾ ഓരോന്നായിട്ട് എടുത്ത് അതിൽ ഡിപ്പ് ചെയ്തെടുക്കണം. അതിനുശേഷം കയ്യിൽ വെച്ച് അമർത്തി വെള്ളം കളഞ്ഞെടുക്കണം. ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉരുട്ടി വെച്ചിരിക്കുന്നതിൽ നിന്ന് ഒരെണ്ണം എടുത്തിട്ട് ഇങ്ങനെ നടുക്ക് വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അമർത്തിയിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക. ഞാനിവിടെ വെള്ളം തൊട്ട് തന്നെയാണ് ചെയ്യണത്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മൈദമാവ് ഉപയോഗിച്ചിട്ടും ഒട്ടിക്കാം. ഇതുപോലെ എല്ലാം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. ചൂടായ ചട്ടിയിൽ ഫ്രൈ ചെയ്യാൻ ആവശ്യമായ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് എണ്ണ നന്നായിട്ട് ചൂടാവുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഞാനിതിലേക്ക് 4 എണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇനി നമുക്ക് കുറച്ച് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട്. ബ്രെഡ് ആയതുകൊണ്ട് അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഉള്ളി ശരിക്കും വെന്തിട്ടും ഉണ്ടാവില്ല. ഇനി നമുക്കിത് തിരിച്ചും മറിച്ചും ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് മൊരിഞ്ഞ് നല്ല കളറൊക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ ബ്രെഡ് വെച്ചിട്ടുള്ള പൊട്ടറ്റോ സ്നാക്ക് ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് എടുത്ത് മാറ്റാം. അപ്പോൾ നമ്മുടെ ഈസി ആൻഡ് ടേസ്റ്റി ബ്രെഡ് വെച്ചിട്ടുള്ള ചിക്കൻ സ്നാക്ക് എല്ലാവർക്കും ഇഷ്ടമായില്ലേ? എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ. അടുത്ത റെസിപ്പിയുമായി വീണ്ടും കാണുന്നത് വരെ നന്ദി, നമസ്കാരം.